മനസ്സിനെ കാണാതെ കുട്ടിമണി വിഷമിക്കുന്നു. എന്നാലും എന്റെ മനുഷ്യൻ എന്റെ കുഞ്ഞുമണിയുടെ അച്ഛ ഇവിടാണോ? മനസ്സജനുമായി പോകുന്ന ശിവ പോലീസിന്റെ പിടിയിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. സർ, എന്താടോ കൺട്രോൾ റൂമിൽ നിന്ന് അർജന്റ് ഒരു മെസ്സേജ് ഉണ്ട്. ഹൈവേയിൽ ഒരു പെട്രോൾ ടാങ്കർ മറിഞ്ഞിട്ടുണ്ട്. അയ്യപ്പസ്വാമി, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം സർ. പാലത്തിന്റെ മുകളിൽ നിന്ന് ശിവ മനസ്സജനെ താഴേക്കെറിയുന്നു. അതെ, 50 പൈസയ്ക്ക് പകരം കുട്ടിമണിയും പിച്ചളയും മനസ്സജന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനൊരു വിവരം തിരക്കാൻ വന്നത്. എന്താ? മനസ്സജമ്പായി ഇങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ? പിച്ചള മനസ്സജനെ അന്വേഷിച്ച് സീതയുടെ വീട്ടിൽ വരുന്നു. കുട്ടിമണി തന്നെ ഇരിക്കാൻ പേടിയുണ്ടായിരുന്നു കുട്ടിമണി? ഇല്ല. മനുഷ്യനെ കണ്ടോ? അത് മനസ്സജനെ കണ്ടില്ല, മനസ്സജന്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. എന്നിട്ട് എന്നാ പറഞ്ഞു? ഇല്ല, ഒന്നും പറഞ്ഞില്ല. മനസ്സജനെ വണ്ടി കൊണ്ട് ഒരു ഓട്ടം പോയതാ. ഓട്ടത്തിന്റെ ഇടയില് പഞ്ചറായി. മനുഷ്യനാ? ഓ, മനസ്സജനല്ല. മനസ്സജന എങ്ങനെയാ കുട്ടിമണി പഞ്ചറാവുന്നത്? വണ്ടിയുടെ ടയറ്. അതുകൊണ്ട് വണ്ടിയുടെ ടയറ് മാറ്റിയിട്ടുകൊണ്ടിരിക്കുക. ഉടനെ വരും. ഒരു ടയറാണോ കുട്ടിമണി പഞ്ചറായത്? എല്ലാ ടയറും പഞ്ചറായില്ലേ? അപ്പം ഓരോന്നോരോന്നായി അഴിച്ചഴിച്ച് മാറ്റിട്ട് വരണ്ടേ? ആ, അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി തന്നില്ലല്ലോ. പേടിയില്ലായിരുന്നല്ലോ? എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. ഞാനേ കുഞ്ഞുമണിയോട് വർത്താനം പറഞ്ഞോണ്ടിരുന്നു. പിന്നെ മനുഷ്യനെ തോതിച്ചായിരുന്നു. മിടുക്കി. ഇതിനകത്ത് ഓട്ടടയോ മറ്റാണ്. ഇതെവിടുന്ന് വെച്ചാ? ഞാൻ എങ്ങൊന്നും മേടിച്ചതൊന്നും അല്ല. ഇത് കുട്ടിമണിയുടെ വല്യേച്ചി തന്നയച്ചതാ. അപ്പൊ പിറ്റേല വല്യേച്ചിനെ വീട്ടിൽ പോയാ? എപ്പോ? എന്നിട്ട് എന്നെ കൂട്ടാന്? അത് കുട്ടിമണി നല്ല ഉറക്കായിരുന്നു, കുഞ്ഞുമണിയും നല്ല ഉറക്കായിരുന്നു. ഉറക്കത്തിന്ന് വിളിച്ചാലേ കുഞ്ഞുമണി കരയത്തില്ലേ? അപ്പൊ പിച്ചള മിണ്ടാതെ കുഞ്ഞുമണിയെ ഉണർത്താതെ ഒറ്റോട്ടത്തിന് പോയി തിരിച്ചു വന്നു. അപ്പൊ വല്യേച്ചി തന്നു വിട്ടതാ കുട്ടിമണിക്ക് കഴിക്കാൻ. ഇത് കഴിക്ക്, എന്നിട്ട് പോയി ഉറങ്ങിക്കോ. എനിക്കൊന്നും കഴിച്ചാനൊന്നും വേണ്ട. ഞാൻ ഉറങ്ങുന്നില്ല. ഞാനേ മനുഷ്യൻ വന്ന് കണ്ടിട്ട് ഉറങ്ങിച്ചോളാം. അപ്പൊ ഇതോ? എനിക്ക് വേണ്ട. വിത്തല എന്നെ കഴിച്ചോ. ഞാൻ മനുഷ്യൻ വന്നിട്ടേ കഴിച്ചോളൂ. ഞാനും എന്റെ കുഞ്ഞുവനെ ഉറങ്ങത്തുമില്ല. മനുഷ്യൻ വേഗം വരാന്ന് പറഞ്ഞ് വരാതെ ഞങ്ങളെ പേടിപ്പിച്ചതല്ലേ? ഇനി മനുഷ്യൻ വന്ന് മനുഷ്യന് 2 ഈടിയും കൊടുത്തിട്ടേ ഞങ്ങൾ ഉറങ്ങത്തുള്ളൂ. അല്ലേ കുഞ്ഞുവനെ? അച്ഛ വന്നിട്ട് ഉറങ്ങിയാ മതിയേ. എന്നാലേ പിച്ചള കുട്ടിമണിക്കും കുഞ്ഞിമണിക്കും ഒരു കഥ പറഞ്ഞു തരട്ടെ. എന്നാ കേട്ടോ? രാജകുമാരനെയും കഥ മതി. ശരി, കേട്ടോ. ഒരിടത്തൊരിടത്ത് ഒരു രാജകുമാരനുണ്ടായിരുന്നു. രാജകുമാരൻ ഒരു ദിവസം കാട്ടിൽ നായാട്ടിന് പോയി. മൃഗങ്ങളെ പിടിച്ചാനോ? രാജകുമാരി രാജകുമാരനെ കാത്തിരുന്നു. അങ്ങനെ നായാട്ടിന് പോയ രാജകുമാരൻ കാട്ടിൽ വെച്ച് ഒരു ആശ്രമം കണ്ടു. അവിടെ വെച്ച് രാജകുമാരൻ ഒരു മുനിയെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും പരിചയപ്പെട്ടു. അദ്ദേഹം തന്റെ വരവിന്റെ ഉദ്ദേശം അവരെ അറിയിച്ചു. ശീലാവതി, അതിങ്ങു കൊണ്ടുവാ. ഇതാ മോളെ. യുദ്ധം ജയിച്ചു വരുന്നവരെ മധുരം കൊടുത്ത് സ്വീകരിക്കണം. അങ്ങനെയല്ലേ? അപ്പോ മനസ്സജൻ ഇനി കഥയിലില്ല അല്ലേ? ഇല്ല. മനസ്സജൻ
ഏതോ വെള്ളച്ചാട്ടത്തിനടിയിലെ തണുത്തുറഞ്ഞ നീർപ്പാളികൾക്കിടയിൽ സുഖം സ്വച്ഛം സുന്ദരം. മനസ്സുജന മതികലയുടെ വക ജലസമാധി. കൊള്ളാം, അവൻ അത് തന്നെ വേണം. ഞാനും നീയും എന്താണെന്ന് അവന് കൃത്യമായി മനസ്സിലായി കാണുമല്ലോ. ഉറപ്പായും. കൂർത്തു മൂർത്ത ഒരു കത്തി, തൊലിയും മുഴുക്കുപാളിയും പിന്നെ ചോരച്ചുവപ്പുള്ള ദശയും പിളർന്ന അകത്തോട്ട് കയറിയപ്പോ മനസ്സുജന് മനസ്സിലായി കാണും, ഇത്രയും നാളും കളിച്ച കളിയല്ല ഇതെന്ന്. തട്ടകം തവിടു പൊടിയായെന്ന്. നീ പറഞ്ഞപ്പോഴൊന്നും ശിവ ഇത്ര മിടുക്കനാണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ചിലരങ്ങനെ അമ്മേ, നിർണായക സമയത്ത് വന്ന് വിക്കറ്റ് എടുക്കും. ചില പ്രൈസ് ക്യാച്ചുകളും. അതിലൊന്നാണ് മനസ്സുജൻ. നാളെ അവനെങ്ങാനും തിരിച്ചു വന്നാലോ? മൂന്നാം പക്കം ഉയർത്തെഴുന്നേക്കാൻ അവൻ ദൈവം തമ്പുരാനൊന്നും അല്ലല്ലോ. അഥവാ അങ്ങനെ വന്നാൽ തന്നെ അവന് വേണ്ടി പുതിയൊരു കഴുമരവും പുതിയൊരു മുൾക്കിരീടവും മതികല മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും നീയും ഞാനും ജയിച്ച ദിവസമായിരുന്നു. വെള്ളത്തിനടിയിൽ നിന്ന് മനസ്സുജന്റെ ചീർത്ത് വീർത്ത ശരീരം കിട്ടുമ്പോ അതില് നോക്കിയിരുന്ന് കുട്ടിമണി വാവിട്ട് കരയുന്നത് എനിക്കൊന്ന് കാണണം. ഒരിക്കലും തിരിച്ചു വരാത്ത മനസ്സുജനെ അവൾ ആർത്തലച്ച് വിളിക്കുന്നതും എനിക്ക് കാണണം. മരണമെന്ന് പറയുന്നത് മടങ്ങി വരവില്ലാത്ത ഒടുക്കത്തെ യാത്രയാണെന്ന് പൊട്ടിക്ക് അറിയത്തില്ലല്ലോ. എന്താണ് അമ്മയും മകളും വലിയ സന്തോഷത്തിൽ? ഞങ്ങൾക്കെന്താ, സന്തോഷിച്ചൂടെ? നിങ്ങൾ സന്തോഷിച്ചോ? കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ സന്തോഷത്തിന്റെ പിന്നിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കണ്ണീര് കാണും. ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. കരയാൻ വിധിക്കപ്പെട്ടവര് കരയും. അതെ, ഞാനും എന്റെ മോളും ഒക്കെ ചിരിക്കാൻ വിധിക്കപ്പെട്ടവരാ എന്നും. അധികം അങ്ങ് ചിരിക്കാതെടി. നടുവൊടിഞ്ഞ് കുറെ കാലം ചക്രക്കസേരയിൽ ഇരുന്നിട്ടും നിന്റെ അഹങ്കാരത്തിനൊരു കുറവ് വന്നിട്ടില്ല അല്ലേ? അല്ല, ഒന്നുകൂടി ഇരിക്കണമെന്ന് തോന്നുന്നുണ്ടോ ചക്രക്കസേരയിൽ? അമ്മ എങ്ങനെയെങ്കിലും നശിച്ചു കാണണമെന്നാണല്ലോ അച്ഛന്റെ ആഗ്രഹം. നീ പോടി. അല്ല, നീ രാവിലെ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നെന്തിനാ? നിങ്ങൾ ഒരുത്തനെ പുതിയതായി ഒപ്പം ചേർത്ത് നിർത്തിയില്ലേ, മനസ്സുജനെ. അവനെ കാണാനില്ലെന്ന്. ഇന്നലെ രാത്രി മുതല് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അഭയം കൊടുത്തവർക്ക് അറിയത്തില്ലേ എവിടെയാണെന്ന്? മനസ്സുജൻ എന്ത് സംഭവിച്ചു? അതുകൊള്ളാം. ഞങ്ങളോടാണോ ചോദിക്കുന്നത്? ഊര് തെണ്ടി നടന്നവൻ ആരുടെയെങ്കിലും പിച്ചാത്തി പിടിക്ക് തീർന്നു കാണും. അത്രേ ഉള്ളൂ. നിനക്ക് നിന്റെ അമ്മയ്ക്കും ഇതിലെന്തോ പങ്കുണ്ട്, അതുറപ്പാ. ചുമ്മാ വെറുതെ ബുദ്ധിയില്ലാത്തൊരു പെങ്കൊച്ചിനെ ജീവന്റെയും ജീവിതത്തിന്റെയും ഭാഗമാക്കുന്നവനാ മനസ്സുജൻ. അവനെന്തെങ്കിലും സംഭവിച്ചാ ദൈവം പൊറുക്കില്ല രണ്ടുപേരോടും. അതിന് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടേ? അച്ഛന് ഞാൻ വേറൊരു സാധനം തരാം. ശീലാവതി, അതിങ്ങ് കൊണ്ടുവന്നേ. ഇപ്പൊ കൊണ്ടുവരും. ഇതാ മോളെ. അവനെ കാണാതായതിന്റെ സെലിബ്രേഷൻ ഞാനങ്ങ് തുടങ്ങി. അച്ഛനും പങ്കു ചേരാം. നീ നിന്റെ അമ്മയും കൂടെ ആഘോഷിച്ചാ മതി. എന്നെ വിട്ടേര്. ഓ, അവനെ കാണാനില്ലെന്നറിഞ്ഞപ്പോ നിങ്ങൾക്ക് നൊന്തുവല്ലേ? നിങ്ങളിപ്പോ അവനെ അങ്ങ് മാനസപുത്രനായി സ്വീകരിച്ചു വെച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തായാലും അധികം മുന്നോട്ട് പോകുന്നതിന് മുൻപ് അവൻ അങ്ങ് തീർന്നു. അതെ, മനസ്സുജൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതോടെ കുട്ടിമണി ഒറ്റക്കായെന്ന് തോന്നൽ അമ്മയ്ക്കും മോക്കും വേണ്ട. മനസ്സുജൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും എന്താണ് സംഭവിച്ചെന്ന് കൃത്യമായി കണ്ടുപിടിച്ചറിയാനും കുട്ടിമണിയുടെ കൂടെ നിൽക്കാനും ഈ മഹാദേവൻ തമ്പി ഉണ്ടാവും. ഓർത്തോ? പച്ചക്കറി മാത്രം മതി മനുഷ്യന് ജീവിക്കാൻ. അല്ലാതെ പാവം ജീവികളെ തല്ലിക്കൊന്ന് അവറ്റകളുടെ ശാപവും മേടിച്ച് അതിനെ കറിയും വെച്ച് ഇതിപ്പോ നമ്മുടെ പറമ്പിലെ വെണ്ടയ്ക്കായും പാവയ്ക്കായും പടവലങ്ങായും ഇതുപോലെ മുരിങ്ങയിലയൊക്കെ മതി നമുക്ക് വയ്ക്കാൻ. കൊച്ചേ, ഈ മുരിങ്ങയില ചൂട് കഞ്ഞിക്കകത്തിട്ട് കുടിക്കുന്ന ഒരു ഇടപാടുണ്ട്, നിനക്കറിയാമോ? എനിക്കറിയൊന്നുമില്ല. എന്നാ കേട്ടോ.
ഇതുപോലെ നല്ല മുരിങ്ങയില നന്നായി ഊരിയെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇടണം. പിന്നെ നല്ല ചൂട് കഞ്ഞി അതിലോട്ട് ഒഴിക്കണം. എന്നിട്ട് കോരി കുടിക്കണം. ശരീരത്തിന് ഇതുപോലെ ഗുണകരമായ ഒരു കാര്യവും വേറെ ഇല്ല. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ പിന്നെ പഠിപ്പിച്ചു തരാം കേട്ടോ. അല്ല, ഏതോ പഴയ കാറ് തിരക്കുന്നൊക്കെ നിന്റെ പെരിയപ്പ പറയുന്നത് കേട്ട്. പെരിയപ്പ ഒരു ബ്രോക്കറെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ബ്രോക്കർ? നിന്റെ കല്യാണത്തിനോ? ഞാൻ അറിയാതെയോ? എന്റെ അമ്മ കല്യാണത്തിന് ഒന്നുമില്ല, വണ്ടി നോക്കാനായിട്ട് വണ്ടി കച്ചവടം നടത്തുന്ന ഒരു ബ്രോക്കറെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓ അങ്ങനെ. ഞാൻ ഓർത്ത് ഞാൻ അറിയാതെ അങ്ങനെ നിന്നെ കെട്ടിച്ചു വിടാൻ പോണെന്ന്. നിന്നെ ഉടനെ എങ്ങാനും കെട്ടിച്ചു വിട്ടാ ഞാൻ അങ്ങനെ തല്ലിക്കൊല്ലും. എന്റെ പൊന്നമ്മ, ഞാൻ കല്യാണം ഒന്നും കഴിക്കുന്നില്ല. ഞാൻ ഇവിടെ അമ്മയുടെ കൂടെ തന്നെ നിക്കുവാ. അതൊന്നും വേണ്ട. നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി നിന്നെ കല്യാണം കഴിപ്പിക്കണം. എന്നിട്ട് നിന്റെ കുഞ്ഞിനെ എനിക്ക് കാണണം. ബെസ്റ്റ്. പ്രായം ചെന്നവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം അല്ലാതെ വേറെ ഒരു ആഗ്രഹവും ഇല്ലേ? എനിക്ക് ആഗ്രഹമേ ഉള്ളൂ. നീ അത് സാധിച്ചു തരണം. എന്നെ കെട്ടിച്ചു വിട്ട ഞാൻ അങ്ങ് പോവൂലേ? അപ്പൊ പിന്നെ അമ്മ എന്നെ എങ്ങനെ കാണും? അത് പിന്നെ എങ്ങോട്ട് കെട്ടിച്ചു വിട്ടാലും ആ ചെറുക്കനോട് ഞാൻ പറയും ഇവിടെ നിൽക്കാൻ. അയ്യേ, അത് നാണക്കേട്. ഭർത്താവിന്റെ വീട്ടിൽ പോയി വേണം പൊമ്പള നിക്കാൻ. അതുതാ മര്യാദ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നീ എന്നെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോ. ഞാൻ അവിടെ അടങ്ങി ഒതുങ്ങി നിന്നോളാം. പിന്നെ ഞാൻ അവിടെ ഉള്ളത് നിനക്കൊരു ധൈര്യമാ. നിന്നെ വല്ലതും പറഞ്ഞാ എനിക്ക് നല്ല ചീത്ത വിളിക്കാമല്ലോ. എന്താ പറഞ്ഞത്? എന്റെ ഭർത്താവിനെ ചീത്ത വിളിക്കാനോ? സുഭദ്രാമ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവന്നാല്. സുഭദ്രാമയോ മേടിക്കുന്ന എന്റെ ഫോണാണല്ലോ. നീ നിന്റെ ജോലി ചെയ്യും, ഞാൻ എടുത്തോണ്ട് വരാം. പെണ്ണെ, ഇതിന് വല്ല അസുഖമാണോ? ദേ പനി പിടിച്ചതുപോലെ ഇന്ന് വിറയ്ക്കുന്നു. അയ്യോ അമ്മ, അത് വന്ന് വൈബ്രേറ്റർ മോഡ്. എന്ത് കോടാണെങ്കിലും കൊള്ളാ. ഹലോ, എന്താ കൊച്ചേ? അമ്മ, മനസ്സിനെ കാണാനില്ലാന്ന്. ഇന്നലെ രാത്രി മുതല് വിളിച്ചതാ പിച്ചളയാ, മനസ്സിന്റെ കൂട്ടുകാരൻ. എന്റെ പരുത്തിക്കാവിലമ്മേ, എന്റെ കൊച്ചിനെ ഇട്ടിട്ട് അവൻ പോയോ? രാവിലെ തന്നെ അങ്ങോട്ട് പോന്നോ? എന്താ സംഭവിച്ചത്? ശരിക്കും അണ്ണൻ ഇന്നലെ എവിടെ പോയതാ? ആരെയോ കാണണമെന്ന് പറഞ്ഞു. കൂടുതൽ തെളിച്ചൊന്നും പറഞ്ഞില്ല. ഇടയ്ക്ക് വിളിച്ചതും ഇല്ലേ? ഞാൻ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞില്ലേ, ഇടയ്ക്കൊന്ന് വിളിച്ചായിരുന്നു. ഫോൺ എടുത്തപ്പോ ഒന്നും കേൾക്കാനില്ല. പിന്നെ വിളിച്ചപ്പോ ഓഫാ. ഈശ്വര, വല്ല അപകടമാണോ? അമ്മമ്മയില്ലേ? കുട്ടിമണി, എന്റെ മനുഷ്യനെ കാണാനില്ല. കുട്ടുവാനിയുടെ മനുഷ്യനെ ഇന്നലെ രാത്രി വരാന്ന് പറഞ്ഞു പോയിട്ട് ഇനി ഇതുവരെ വന്നില്ല. മനസ്സിജൻ ഇങ്ങ് വന്നോളും. കുട്ടിമണി എന്തിനാ എത്ര സങ്കടപ്പെടുന്നത്? കുട്ടിമണി ഇന്നലെ രാത്രി എന്തൊക്കെയോ സ്വപ്നം കണ്ടു. എന്തൊരു കരച്ചിലും ബഹളമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോവാനൊക്കെ നോക്കി. ഒരു വിധമാ പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ ആശ്വസിപ്പിച്ചത്. പിന്നെ കഥയൊക്കെ പറഞ്ഞു ഉറക്കി. കുട്ടിമണി, നമ്മളെ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ ജീവിതത്തിൽ സംഭവിക്കോ? എന്തിനാ വെറുതെ പേടിക്കുന്നത്? അത് ശൊപ്പൊന്നും അല്ല, ഞാൻ നേരത്തെ കണ്ടതാ മനുഷ്യൻ പോയേ വീഴുന്നത്. ഒന്നുമില്ല, കുട്ടിമണി ധൈര്യമായിട്ടിരിക്കെ. മയിലമ്മ പളനിമല മുരുകനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുട്ടിമണിയോടെ മനസ്സിനെ പെട്ടെന്ന് ഇങ്ങ് കൊണ്ടുവരണേന്ന്. കുട്ടിമണി എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല, ഞാൻ രാവിലെ അതിനുള്ള തുടക്കത്തിലായിരുന്നു. അത് ഏതായാലും നന്നായി. ഇനി ധൃതി പിടിച്ചൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടിമണി വാ, മയിലമ്മ കുട്ടിമണിക്ക് ഭക്ഷണം തരാം. വാ. എനിക്കൊന്നും വേണ്ട. ഞാന് എന്റെ മനുഷ്യൻ വരാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. മനുഷ്യനോട് പെനക്കുവാ. എന്റെ കുഞ്ഞുവനും പറഞ്ഞു അവക്ക് അച്ഛയോട് പെനക്കുവാ, അവക്ക് വിശക്കുന്നില്ലാന്ന്. അയ്യോ, അങ്ങനെ കുഞ്ഞുമണി വിശന്നിരിക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ചേ പറ്റും. വാ.
ഇതില് നല്ല ഇഡ്ഡലി, ചമ്മന്തി, വട ഒക്കെ ഉണ്ട്. മൈലമ്മ വരുന്ന വഴിക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാ. ഹോട്ടലിന്നോ? ആ പാവം മനസ്സജനെ കാണാത്ത വിഷമവും സങ്കടവും അല്ലങ്ക കുട്ടിമണി ഇങ്ങനെ വിശന്ന് നിൽക്കുവോ? അങ്ങനെ വിശന്ന് നിക്കാൻ പറ്റുമോ? കുട്ടിമണി കഴിക്കാതിരുന്ന കുഞ്ഞുമണിക്കും വിശക്കും. കുഞ്ഞുമണി കുഞ്ഞല്ലേ. കുഞ്ഞുമണിക്ക് കുട്ടിമണിയെ പോലെ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള ശക്തിയൊന്നുമില്ല. കുഞ്ഞുമണി തളർന്നു പോവും. വാ നമുക്ക് കഴിക്കാം. മനസ്സിജൻ ഇപ്പൊ വരും. അതിങ്ങനെ എടുത്തേ. വാ നടക്ക്. കഴിക്കേ കുട്ടിമണി. എനിക്ക് വിശക്കാത്തോണ്ടാ അമ്മമ്മയില്ലേ. വിശപ്പൊക്കെ ഇതങ്ങോട്ട് ചെല്ലുമ്പോ വരും. എനിക്കും വിശക്കുന്നില്ല, എന്റെ കുഞ്ഞുമണിക്കും വിശക്കുന്നില്ല. ഞാൻ സത്യാ പറഞ്ഞ. ഞാനൊന്ന് നോക്കട്ടെ. കുഞ്ഞുമണി കുഞ്ഞുമണി കുഞ്ഞുമണിക്ക് വിശക്കുന്നില്ലേ? ആ ആര് പറഞ്ഞു കുഞ്ഞുമണിക്ക് വിശക്കുന്നില്ലെന്ന്? കുഞ്ഞുമണിക്ക് വിശക്കുന്നുണ്ടെന്ന്. ചിന്ന കുഴന്തകൾക്ക് പസി താങ്ക മുടിയാത്. അതെന്നതാ പറഞ്ഞേ? എന്റെ ഭാഷ തമിഴ്. ആ മൈലമ്മച്ച ഒത്തിരി ഭാഷ അറിയാവോ ശമാരിച്ചാൻ? ആ തമിഴ് പറയും, മലയാളം അറിയാം, ഇംഗ്ലീഷും അറിയാം. ഇംഗ്ലീഷ് എനിക്കും അറിയാം. ആഹാ കുട്ടിമണിക്ക് ഇംഗ്ലീഷ് അറിയോ? എന്താ ഒന്ന് സംസാരിച്ചേ, ഞാൻ കേക്കട്ടെ. ഒന്ന് പറ. കുട്ടിമണിയുടെ ഇംഗ്ലീഷ് മൈലം ഒന്ന് കേക്കട്ടെ. എനിക്കങ്ങനെ കുഞ്ഞിംഗ്ലീഷ് അല്ല, വലിയ ഇംഗ്ലീഷ് അറിയാവുന്നേ. ആഹാ എന്നെ വലിയേച്ചി പഠിപ്പിച്ചാ. ഒന്ന് പറയേ, ഞാൻ കേക്കട്ടെ. ഒന്നാമത്തെ ഇംഗ്ലീഷ് തങ്കു. എന്താ? തങ്കൂൻ. ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തരുമ്പോ നമ്മള് തങ്കൂന്ന് അങ്ങോട്ട് പറയണം. ആ എന്നാതെ അമ്മ മയില് കുട്ടിമണിക്ക് ഇഡ്ഡലി തരുന്നു. കഴിച്ചിട്ട് പറഞ്ഞേ. കഴിക്ക്. ആ തങ്കു മിടുക്കി. ഇനി വേറെ? നമ്മള് ആരേലും എന്തേലും പറഞ്ഞാലേ ഷോറിന്ന് പറയണം. ആഹാ ഞാനൊന്ന് ഇരിച്ചിട്ട് ഷോറിന്ന് പറയട്ടെ. അത് വേണ്ട അത് വേണ്ട. എനക്കത് കുട്ടിമണി പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. അപ്പൊ ഇത് കഴിച്ചേ. ഇത് കഴിച്ചാ മൈലമ്മ കുട്ടിമണിക്ക് തമിഴ് പഠിപ്പിക്കാം. കുട്ടിമണി ചോദിച്ചില്ലേ ചിന്ന കുഴന്ത എന്താണെന്ന്? ചോദിച്ചു. എന്നാ? കുട്ടിമണിയുടെ വയറ്റിലുള്ള കുഞ്ഞുമണിയാണ് ചിന്ന കുഴന്ത. കുഞ്ഞു വാവ. മനസ്സിലായോ? ചിന്ന കുഴന്ത. എന്റെ കുഞ്ഞുമണി അങ്ങനത്തെ പേരൊന്നും വിളിച്ചേണ്ട. കുഞ്ഞുമണി അങ്ങോട്ട് വിളിച്ചാ മതി. ഓ സമ്മതിച്ചേ. എന്റെ കുഞ്ഞുമണിയുടെ അമ്മ പൊന്നുമണി ഇതൊന്ന് കഴിച്ചാട്ടെ. എന്തു പറ്റി കുട്ടിമണി? മനുഷ്യനിപ്പോ എവിടെ ആയിരിച്ചു? എന്റെ മനുഷ്യൻ ഇഡലി തിന്നിട്ടുണ്ടാവുമോ? നേരം വെളുത്തല്ലോ. വെളുത്തങ്ങ് മഞ്ഞായല്ലോ. എന്നിട്ട് മനുഷ്യൻ വന്നില്ലേ? ആ മനസ്സജൻ വിളിച്ചായിരുന്നു എന്നെ. മനുഷ്യൻ വിളിച്ചോ? വിളിച്ചെന്നേ. എന്നിട്ട് എന്നാ പറഞ്ഞു പിത്തലേ? അത് പിന്നെ ഒന്ന് പറ പിത്തലേ. എന്നിട്ട് എന്നാ പറഞ്ഞു? മനസ്സജൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. എന്നിട്ട് ആ അമ്മമ്മയിലൊന്നും പറഞ്ഞില്ലല്ലോ. എപ്പോഴാ വിളിച്ചേ? ഞാൻ ഭക്ഷണം കച്ചവടം ആണോ? കുട്ടിമണി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോളാ അമ്മ മയിലിനോട് കുട്ടിമണി വർത്താനം പറഞ്ഞോണ്ടിരുന്നില്ല. അന്നേരം മനസ്സജൻ വിളിച്ചു. എന്നിട്ട് എവിടെ ഉണ്ട് ഇപ്പൊ? വണ്ടിയുടെ ടയറൊക്കെ മാറ്റിയോ? വണ്ടിയുടെ ടയറൊക്കെ മാറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടിമണിയെ കാണാനായിട്ട് അമ്മ മയിലിവിടെ വന്നിട്ടുണ്ട്. അമ്മ മയില് കുട്ടിമണിക്ക് ഭക്ഷണം തന്നു. കുട്ടിമണി നല്ല കുട്ടിയായിട്ട് അത് കഴിച്ചുകൊണ്ട് അടുക്കളയിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ വന്നല്ലേ?
എടാ എടാ മനുഷ്യൻ വിളിച്ചപ്പോ പോൻ എന്റെ കൊണ്ട് തണ്ടായിരുന്നോടാ. ഞാൻ ഭക്ഷണം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സമ്മാനിച്ചിട്ടില്ലായിരുന്നോ? ഒന്നൂടെ അങ്ങോട്ട് വിളിച്ചേ. ആ അത് കൊള്ളാലോ. അതാ വേറൊരു കാര്യം. എന്റെ മനസ്ജൻ പ്രത്യേകം പറഞ്ഞു ഫോൺ ഇപ്പൊ ഓഫായി പോവും, അതുകൊണ്ട് ഇനി വിളിച്ചാലും കിട്ടത്തില്ല, വേഗം വന്നോളാന്ന് പറഞ്ഞു. സത്യമാണല്ലോ. സത്യ പിച്ചളയാണ് സത്യം. എന്റെ കുഞ്ഞു തന്നെയാണ് സത്യമാണോ? വരും കുട്ടിമണി, മനസ്ജൻ പറഞ്ഞല്ലേ. ചോരയുടെ ഒടുക്കത്തെ നാറ്റം ഇത് പോകുന്നുമില്ല. ഡെറ്റോളൊഴിച്ച് കഴുകിയതാ. ആഹാ, ഇതെന്താ രണ്ടുപേരും മിഴിച്ചിരിക്കുന്നേ? എന്തു പറ്റി പിച്ചള? പിച്ചള പ്രതിമയായോ? പിച്ചള ഒരു ലോഹമാണെന്ന് ഞാൻ ഓർത്തില്ല. എന്തൊക്കെയുണ്ട് കുട്ടിമണി വിശേഷം? ഒന്നുമില്ല. കുട്ടിമണി, ആഹാ, മയിലൂടെ കൂടുകൂട്ടിയോ? നിങ്ങളെല്ലാരും ഒന്നിച്ചാണോ താമസം? ഇവിടെ എന്നെ കണ്ടതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് താമസിക്കണമെന്നില്ലല്ലോ. ഓ എന്ന്. അല്ല, മനസ്സ് ജനന്തേ ഒന്ന് വിളിച്ചേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അണ്ണൻ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലെന്നോ? ഈ രാവിലെ എവിടെ പോയി? മനസ്സ് ചെന്നല്ല ഒരിടം വരെ പോയതാ, വന്നില്ല. അപ്പോ കുട്ടിമണിക്ക് കൂട്ടാരായിരുന്നു? മയിലമ്മയോ? നായില്ല, പിച്ചള. ഓ, കുട്ടിമണിയെ ഒറ്റയ്ക്ക് പിച്ചളയൊക്കെ ഏൽപ്പിച്ച് പോകാറായോ മനസ്സുജൻ? ആട്ടുംകുട്ടിക്ക് ആനക്കുട്ടി കാവൽ നിൽക്ക. കാവൽ നിൽക്കുന്നത് ചെന്നായ ആവരുതെന്നല്ലേ ഉള്ളൂ. മനുഷ്യൻ വന്നില്ല. മനുഷ്യനെ കാണണം. അച്ചോടാ, കുട്ടിമണി കരയുവാണോ? കുട്ടിമണിയുടെ മനസ്സ് ഞാൻ വരും. എന്നാ പിന്നെ മനസ്സീനില്ലാത്ത സ്ഥിതിക്ക് ഞാനങ്ങ് പോവാം. ആട്ടിൻകുട്ടിയും ആനക്കുട്ടിയും മയിലും ഒക്കെ നിൽക്കുന്നിടത്ത് എനിക്കെന്ത് കാര്യം? പോട്ടെ പിച്ചളെ. കുട്ടിമണി, നാനും പോട്ടെ. ഇനി എപ്പോ വരും അമ്മമ്മയില്? നാളെ വരും. അപ്പോഴേക്കും കുട്ടിമണിയുടെ മനസ്സുജനും വരും. വരുവോ? വരും, ഉറപ്പായിട്ടും വരും. നാം പോവാ. വിളിക്കണം. പിന്നെ കുട്ടിമണിയെ നോക്കിക്കോണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി, ഞാൻ ഓടി ഇങ്ങ് വരും. ശരി, പോയിട്ട് വരട്ടെ. വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓ വേണ്ട. ഓ, മയിലല്ലേ, ചിറകുണ്ടല്ലോ, പറന്നു പോകാൻ. എനിക്കും തമിഴ്നാടുകാരൊക്കെ ചില ബന്ധങ്ങളുണ്ട് കേട്ടോ. ഓ, കലൈഞ്ഞറോട് ബന്ധുവാ, തലൈവിയോട് ബന്ധുവാ. ഒപ്പം സുന്ദരി മാത്രമല്ല, തമാശക്കാരി കൂടെയാ. ബ്യൂട്ടി വിത്ത് ഹ്യൂമർ സെൻസ്. കോമൺ സെൻസും ഉണ്ട്. സ്വന്തമാണോ ഈ കാറ്? സ്വന്തമല്ല, പക്ഷെ സ്വന്തമാക്കും. ആശിച്ചതെല്ലാം സ്വന്തമാക്കുന്നതാ ശിവയുടെ ഒരു രീതി. ഓ, ഇതെന്താ വണ്ടി ഡെറ്റോൾ ഒഴിച്ചാണ് കഴുകുന്നത്? ഡെറ്റോളോ? ഓ, അതെ, ഇന്നലെ ഒരു കുപ്പി ഡെറ്റോള് വണ്ടിക്കകത്ത് വീണ് പൊട്ടിയിരുന്നു, അതാ. വരുന്നില്ലല്ലോ, എന്നാ പിന്നെ ശരി.
അപ്പൊ പേടിയൊക്കെ ഉണ്ടല്ലേ? അല്ല നിനക്കെന്താ പെണ്ണെ ഭ്രാന്ത് പിടിച്ചോ? ഓ, മനുഷ്യനിപ്പൊ ഹൃദയസ്തംഭനം വന്ന് ചത്തുപോയാലല്ലേ? ഏയ് അതില്ല, അതിന് ഹൃദയം വേണമല്ലോ. എന്തായാലും നിനക്കുള്ളതിനേക്കാൾ വലിയൊരു ഹൃദയം എനിക്കുണ്ട്. ഓ ആയിക്കോട്ടെ. അല്ല എന്തായിരുന്നു ഇത്ര വലിയ ആലോചന? ഇരിപ്പും ഭാവമൊക്കെ കണ്ടപ്പോ എന്തോ വലിയ കണ്ടുപിടുത്തമാണെന്ന് തോന്നി. ഞാൻ എന്ത് കണ്ടുപിടിച്ചാ നിനക്കെന്താ? നീ നിന്റെ പാട് നോക്കുവണ്ണേ. എന്നാലേ എന്നതാ കണ്ടുപിടിക്കാൻ ശ്രമിച്ചോണ്ടിരുന്നെന്ന് ഞാൻ പറയട്ടെ. ആ നീ പറ. ഇവിടുത്തെ മനസ്സിജൻ മരുമകനെ. അവനെ കാണാനില്ലെന്നറിഞ്ഞിട്ടുള്ള അങ്കലാപ്പും വേവലാതിയും ആലോചനയൊക്കെ അല്ലേ നിങ്ങക്ക്? ആണെങ്കിൽ നിനക്കെന്താ ഛേദം? ഓ എനിക്കൊരു ഛേദവും ഇല്ല, അവനോട്ട് തിരിച്ചു വരത്തൂല്ല. നിനക്കെന്താ ഇത്ര ഉറപ്പ്? അതെനിക്ക് ഉറപ്പാ. അവൻ നല്ല ഒന്നാന്തര ഫ്രോഡാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്തുകൊണ്ടാന്നാ? ഓ നിങ്ങക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. ഫ്രോഡ് എന്ന് പറഞ്ഞ നല്ല 1 നമ്പർ തരികിട. എന്തായാലും നിന്റെ അത്രയും വരത്തില്ല. എന്റെ നോട്ടത്തില് നീ തന്നെയാ ലോകത്തിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരി. ഓ പാമ്പ് കൊത്ത് മലത്താൻ വന്നിട്ട് പോലും നിന്റെ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടാന്ന് നോക്കിക്കേ. എന്റെ അഹങ്കാരം ഒട്ടും കുറയത്തില്ല. കുറയൊന്നും നിങ്ങൾ കരുതുകയും വേണ്ട. കുറയത്തില്ലെന്ന് എനിക്കറിയാടി. അതിന് നിനക്ക് ഇനിയും കിട്ടും. അന്നേരം നീ പഠിച്ചോ. മുഖത്തൂക്കി പ്രാഗിലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. നീ രാവിലെ ഇങ്ങോട്ട് കയറി വഴക്കിടാൻ വന്നിട്ട് എന്നെ ഭരിക്കാൻ നിൽക്കുവാണോ? ഞാൻ ഭരിക്കാനൊന്നും വന്നതല്ല, ഉള്ള കാര്യം പറഞ്ഞതാ. ഇനി പൊട്ടിമണിയുടെ ഭാവി എന്താണെന്ന് എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു. എന്തായാലും കെട്ടിയവനില്ലാതെ ആയല്ലോ അവക്ക്. നീ അത് പിന്നെയും പറഞ്ഞ ആഘോഷിക്കുകയാണോ? എന്റെ പെങ്കൊച്ചിനെ കെട്ടിയവനൊന്നും ഇല്ലാതാവത്തില്ല. കണ്ടറിയാം. നിങ്ങളുടെ ദത്തുപുത്രിയെ അന്വേഷണത്തിന് വിട്ടേക്കോണോ? ഞാൻ എന്റെ പെങ്കൊച്ചിനെ പലയിടത്തും വിടും. നീ നിന്റെ കാര്യം നോക്ക്. വന്നല്ലോ അന്വേഷണ കമ്മീഷൻ. എന്തായടി പോയിട്ട് കണ്ടുപിടിച്ചെടുത്തോ മനസ്സിജനെ? ഞാൻ മനസ്സിജനെ തേടിപ്പോയതാണെന്ന് മതികളാക്കാക്ക് എങ്ങനെ മനസ്സിലായി? അല്ല ഇവിടെ ഇപ്പോ അതാണല്ലോ വലിയൊരു പ്രശ്നം. നീയാണെങ്കി അവരുടെ എന്ത് കാര്യത്തിനും രക്ഷകേട്ട് നിൽക്കൂല്ലേ? മറ്റുള്ളവരെ സഹായിക്കാന്നുള്ളത് എന്റെ ഒരു ലക്ഷ്യം തന്നെ. നിന്നെ ഒതുക്കാന്നുള്ളത് എന്റെയും ലക്ഷ്യമാ കേട്ടോ. അക്കാ നമ്മൾ വന്ന് നനയ്ക്കും, കടവൾ ഒന്ന് നടത്തും. യാരെ ഒടുക്കൂന്ന് നമുക്ക് കണ്ടറിയാം. അതെന്താടി നിന്റെ ശബ്ദത്തിലൊരു താക്കീതുണ്ടല്ലോ? അയ്യോ അക്കാവ താക്കിയത് ഞാനാറ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഒന്നും അറിയില്ലാന്ന് നടിക്കുന്ന പലർക്കും പലതും അറിയാം. ആ പറഞ്ഞത് ശരിയാ. ചില കള്ളപ്പുള്ളികൾ ഉണ്ട് ഇവിടെ. നീ വാ കൊച്ചേ, നിനക്ക് കഴിക്കാൻ വല്ലതും എടുത്തു തരാം. വാ. മനസ്സിജന്റെ തിരോധാനം ബാലേട്ടന്റെ തലവേദനയാക്കി മാറ്റാൻ ഒരു വഴിയുണ്ട്. ഇനി ആ വഴി നോക്കാം. എല്ലാവരും രസമല്ലേ? അറിഞ്ഞോ? എന്താ? ചന്ദ്രേട്ടനെ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. എന്തോ രാവിലെ അംഗത്തിന് നിൽക്കുവാണോ? അംഗത്തിനും ആക്രമണത്തിനും ഒന്നും ഞാനില്ലേ. ഈ വീട്ടിൽ ഇന്നലെ മുതൽ സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്. ചന്ദ്രേട്ടൻ മാത്രം അത് അറിഞ്ഞില്ലേന്ന് ചോദിച്ചതാ. കാര്യം പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. എനിക്കേ പലചരക്കട നടത്തല ജോലി, അല്ലാതെ കവടി നിരത്തലല്ല. കവടി നിരത്തലും മഷിനോട്ടവും ഒക്കെ അറിയായിരുന്നെങ്കിലേ ഇപ്പൊ ചന്ദ്രേട്ടനെ തേടി ആളുകളൊക്കെ വന്നേനെ. ആദ്യ ഭാര്യയും പൊന്നു പെങ്ങളും ഒക്കെ. ഇന്ദു, എനിക്ക് രാവിലെ സംസാരത്തിന് താല്പര്യമില്ല. അവര് വരുന്നത് എന്തിനാണെന്നും കൂടി ചന്ദ്രേട്ടനൊന്ന് കേൾക്ക. ഇന്ദു പറയേ. ഇന്ദു സംസാരിക്കുന്നു, ഞാൻ കേൾക്കുന്നു. അതാണല്ലോ ഇപ്പൊ നമ്മുടെ ജീവിതം. കേൾക്കുന്നു എന്നല്ലേ ഉള്ളൂ, അനുസരിക്കുന്നില്ലല്ലോ. ശീതസമരമല്ലേ, ശീതസമരം. പറഞ്ഞതിന്റെ ബാക്കിയും കൂടി ഒന്ന് പൂരിപ്പിക്കട്ടെ. അവര് വരുന്നത് മനസ്സിജനെ കണ്ടുപിടിച്ച് തരുമോന്ന് ചോദിക്കാനാവും. മനസ്സിജനെ കണ്ടുപിടിച്ചു തരുമെന്നോ? എന്തിന്? കാണാതെ പോയവരെ പിന്നെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. കാണാതെ പോയെന്നോ? ചന്ദ്രേട്ടൻ പൊട്ടം കളിക്കുവാണോ അതോ ശരിക്കും അറിഞ്ഞില്ലേ? ഞാൻ എന്തിനാ നിന്റെ മുമ്പിൽ പൊട്ടം കളിക്കുന്നത്? സൗകര്യം ഉണ്ടെങ്കിൽ കാര്യം പറ. എന്നാ കേട്ടോ, ഇന്നലെ രാത്രി മുതൽ മനസ്സിജനെ കാണാനില്ല. ആരോ അപായപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയിന്നൊക്കെയാ കേൾക്കുന്നത്. എന്താ ചന്ദ്രേട്ടന് വല്ല മനസ്സർവം ഉണ്ടോ?
ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്നോട് ചൂടാവണ്ട. ഓരോരുത്തരത്തു നിന്ന് കേട്ട മർമറിങ്ങാ ഞാൻ പറഞ്ഞത്. ഇപ്പോ മതികലയ്ക്ക് അറിയാവുന്ന ഒരു സിവിൽ പോലീസ് ഓഫീസർ വിളിച്ചിരുന്നു പോലും. ഇങ്ങനെ ഒരു ഇഷ്യൂ ഒരു ഫോൺ മെസ്സേജായി സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടെന്ന്. റിട്ടേൺ കംപ്ലൈന്റ് ചിലപ്പോ പുറകെ വരുമെന്ന്. എന്ത്? മനസ്സിജന്റെ തിരോധാനത്തിന് പിന്നിൽ വയലൂരും വീട്ടിലെ ബാലചന്ദ്രനാണെന്നാണ് ഒരു ഫോൺ മെസ്സേജ് ചെന്നതെന്ന്. ആര്? അനോണിമസ് കോളെന്ന് വെച്ചാ അച്ഛനില്ലാത്ത കോളെന്നാണല്ലോ ചന്ദ്രേട്ട. ബാലന്റെ വൈഫ് അഡ്വക്കേറ്റ് അല്ലേ? മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്തേക്കെന്നും പറഞ്ഞ അയാള് സംസാരം നിർത്തിയതെന്ന്. എന്തിന്? എന്ത് കാര്യത്തിന്? എന്തിന് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കണം? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കൊന്നും അറിയത്തുമില്ല. പിന്നെ എനിക്കെന്തെങ്കിലും മനസ്സറിവുണ്ടെന്ന് ഇന്ദുവിന് തോന്നുന്നുണ്ടോ? ഇന്ന് ചോദിച്ചാ പറയേ. ചന്ദ്രേട്ടന്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് ചന്ദ്രേട്ടനല്ലേ അറിയൂ. എന്നോട് പല കാര്യങ്ങളും ഒളിപ്പിച്ചു പിടിച്ചിട്ടുള്ള ആളല്ലേ ചന്ദ്രേട്ടൻ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെന്നല്ല, ഒരു കാര്യത്തിലും ചന്ദ്രേട്ടനെ എനിക്ക് പൂർണ്ണ വിശ്വാസം ഇല്ല. മനസ്സിജനെ ചന്ദ്രേട്ടൻ തല്ലിക്കൊന്നോ അതോ എവിടെയെങ്കിലും കുഴിച്ചിട്ടോ കത്തിച്ചു കളഞ്ഞോ എന്നൊക്കെ ഞാൻ എങ്ങനെ അറിയും? അല്ല, കൊലപാതക കുറ്റം തലയിൽ ചുമന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഭർത്താവിന് വേണ്ടി വാദിക്കാനാണ് ഞാൻ നിയമം പഠിക്കേണ്ടി വന്നതെങ്കിലോ? ദൈവം ഓരോന്ന് മുൻകൂട്ടി കണ്ടിട്ടല്ല ചന്ദ്രേട്ട നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുന്നതും ചുമതലപ്പെടുത്തുന്നതും. ഞാൻ പ്രതിയാണെങ്കിൽ ഇന്ദു എനിക്ക് വേണ്ടി കോടതിയിൽ വാദിക്കണ്ട, എന്നെ തൂക്കിക്കൊല്ലട്ടെ. ആ, അതും എനിക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണല്ലോ. എന്റെ ഭർത്താവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനാണല്ലോ തൂക്കുകയറ്. ഇന്ദു, രസിക്ക്, പറഞ്ഞ് പരിഹസിച്ച് രസിക്ക്. കാലക്കേടെന്നെ വിടാതെ പിന്തുടരുന്നതിന് ഞാൻ ആരെ പഴിക്കും? എന്തായാലും ഗർഭിണിയായ പെങ്ങള് വിധവയായി. കഷ്ടം. അച്ഛനില്ലാത്ത കൊച്ചിനെ ബുദ്ധിയില്ലാത്ത കുട്ടിമണി എങ്ങനെ വളർത്തും? മനസ്സിജനെ ആര് കൊന്നാലും സംശയത്തിന്റെ ചൂണ്ടുവിരലും കുന്തമുനയും ഒക്കെ ആദ്യം നീളുന്നത് ചന്ദ്രേട്ടന്റെ നേരെ തന്നെയായിരിക്കും. സംശയിക്കട്ടെ, വിസ്തരിക്കട്ടെ, വിധിക്കട്ടെ, എന്നിട്ട് കല്ലെറിഞ്ഞ് കൊല്ലട്ടെ. തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടാനാണ് എന്റെ വിധിയെങ്കിൽ അത് നടന്നല്ലേ പറ്റൂ. ചന്ദ്രേട്ടൻ മനസ്സിജനെ കൊന്നൂന്നൊന്നും ഞാൻ കരുതുന്നില്ല. നിന്ന് ചാവാനാണല്ലോ നിങ്ങളുടെ വിധി. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, അത് സത്യമാവാനേ വഴിയുള്ളൂ. എന്താ? ഗർഭിണിയായ കുട്ടിമണി ഉപേക്ഷിച്ച് മനസ്സിജൻ നാട് വിട്ടതാ. അവനൊരു ബാധ്യതയായി ബുദ്ധിയില്ലാത്ത ഭാര്യ. ബുദ്ധിയില്ലാത്തത് മാത്രമല്ല, ഇപ്പോ കൊലക്കേസ് പ്രതിയും കൂടി ആയില്ലേ കുട്ടിമണി. അതാണോ എന്തു സത്യം? അത് തന്നെയാണ് സത്യം. ആ സത്യത്തിന് പിന്നിൽ ഒരാൾ കൂടി മറഞ്ഞിരിപ്പുണ്ട്. ചന്ദ്രേട്ടന്റെ സത്യവതിയും ശീലാവതിയുമായ ഭാര്യ സീത. മനസ്സിജന്റെ തിരോധാന നാടകം അവളുടെ വകയാ. അന്ന് അവളെ കാണാതായി, ഇന്ന് മനസ്സിജനെ. ഇനി ചന്ദ്രേട്ടൻ നോക്കിക്കോ, നിൽക്കുന്ന നിൽപ്പിൽ അവളെയും കാണാതാവും. പിന്നെ എവിടെയെങ്കിലും അവരെ ഒന്നിക്കും. ഒന്നുകിൽ അവർ ഒരുമിച്ച് ജീവിക്കും, അല്ലെങ്കിൽ അവൾ ഒരു ചോര കുഞ്ഞിനെയും കൊണ്ട് കള്ളക്കണ്ണീര് പൊഴിച്ച് ഇവിടെ വരും. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു പാതിവൃത്യ പ്രസംഗവും നടത്തും. അന്നേരവും അതിബുദ്ധിമാനായ ചന്ദ്രേട്ടൻ പരമമണ്ടനായി അവളുടെ മുമ്പിൽ നിൽക്കും, സ്നേഹം വാരിച്ചൊരിഞ്ഞോണ്ട്. മനസ്സിജൻ വന്നോ? എന്തെങ്കിലും അറിഞ്ഞോ മോളെ? അറിഞ്ഞെങ്കിൽ ഞാൻ അമ്മയോട് പറയത്തില്ലേ. ഇതെന്തൊരു ചോദ്യവാ. എന്നാലും ആ വയറ്റുകണ്ണി കൊച്ചിനെ ഇട്ടിട്ട് ഇവനിത് എവിടെ പോയതാ? സിജന്റെ ഇന്നലത്തെ വരവില് എനിക്കെന്തോ പന്തികേട് തോന്നിയതാ. എന്തോ ചിലത് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു സംസാരമൊക്കെ. എന്നുവെച്ചാ എന്തെങ്കിലും കാര്യമില്ലാതെ സിജൻ ഇവിടെ വരത്തില്ല. എന്നെ കാണാൻ വരുന്നു, കുട്ടിമണിയെ നോക്കണോന്ന് പറയുന്നു. എവിടെ പോവാണെന്ന് ഞാൻ ഒരുപാട് ചോദിച്ചിട്ടും ഒന്നും പറയുന്നുമില്ല. ചിന്തിക്കുമ്പോ പേടിപ്പെടുത്തുന്ന ചില തോന്നലുകൾ മനസ്സിൽ വരുവാ. എന്നതാ മോളെ, അവൻ കുട്ടിമണിയെ ഇട്ടേച്ചു പോയെന്നാണോ? അല്ല, അങ്ങനെ സംഭവിച്ചു കൂടായികയില്ല. അമ്മേ, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കാര്യം മനസ്സിലും പാവമൊക്കെ ആയിരിക്കും, പക്ഷെ ഇതുവരെയുള്ള ജീവിതം പോലെയാണോ ഇനി അങ്ങോട്ട്? ബുദ്ധിയില്ലാത്ത കുട്ടിമണിക്കൊപ്പം മനസ്സിലും ജീവിച്ചു, അത് അവന്റെ മനസ്സിന്റെ പുണ്യം. പക്ഷെ കുട്ടിമണി വലിയൊരു കേസിലെ പ്രതിയല്ലേ ഇപ്പോ. പിന്നെ
കുട്ടിമണിക്കുണ്ടാവാൻ പോകുന്ന കുഞ്ഞും മനസ്സിന്റെ മനസ്സിലെ ആദ്യ തന്നെയാ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അമ്മയ്ക്ക് നിന്റെ അത്രയും പഠിപ്പില്ലായിരിക്കാം, പക്ഷെ ഏതൊരു പഠിത്തത്തെക്കാളും വലുതാ ലോകപരിചയവും പ്രായവും. കുട്ടിമണിയെപ്പോലെ ഒരു കുഞ്ഞാവും ഉണ്ടാവുക എന്ന ഭീതി മനസ്സിന്റെ ഉള്ളിലും കാണും. അതുകൊണ്ട് തന്നെ മനസ്സിജൻ കുട്ടിമണിയെ ഉപേക്ഷിച്ച് പോയെന്ന് തന്നെയാ ഞാൻ കരുതുന്നത്. മനസ്സിജൻ പോയി കഴിഞ്ഞാ ആങ്ങളമാര് കുട്ടിമണിയെ നോക്കിക്കോളൂല്ലോ. അമ്മേ, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. മനസ്സിനിപ്പോ വന്നിട്ടുണ്ടാവും. വരണേന്ന് തന്നെയാ ഞാനും പ്രാർത്ഥിക്കുന്നേ. ബുദ്ധിയില്ലാത്ത കുട്ടിമണിക്ക് കൈപിടിച്ച് നടക്കാൻ മനസ്സിജൻ വേണം. എന്തായി, വന്നോ സിജൻ? ഇല്ല, അത് പറയാനാ ഞാൻ വന്നത്. ഇനി എന്ത് വേണമെന്ന് ആലോചിക്കാനും. ദൈവമേ, വന്നില്ലേ? കുട്ടിമണി എവിടെ? കുട്ടിമണി വീട്ടിലുണ്ട്. ഞാൻ വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടാ വന്നത്. എങ്ങോട്ട് പോണോന്നും പറഞ്ഞില്ല. മനസ്സിജൻ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലേ? ഇന്നലെ വിളിച്ചപ്പോ ഫോണ് കട്ടായി പോയി. ഇന്ന് വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചാണോ? എന്താ? ഏയ്, ഒന്നുമില്ല. അമ്മ ചുമ്മാതൊന്നുമല്ല. എന്റെ പഴമനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു. എന്താന്ന് പറ. ആര് പറഞ്ഞാലും അതൊരു സാധ്യതയല്ലേ? അമ്മ പറയായിരുന്നു മനസ്സിജൻ കുട്ടിമണിയെ ഉപേക്ഷിച്ചു പോയതായിരിക്കും. ഹേ, അതൊരിക്കലും സംഭവിക്കില്ല. ബായ അത്രയ്ക്കൊരു ചതിയനൊന്നുമല്ല. പിന്നെ ബുദ്ധി കുറവാണെങ്കിലും കുട്ടിമണിക്ക് പ്രാണനല്ലേ മനസ്സിജൻ ബായെ. ശരിയാ. എന്നാലും മനസ്സിജന്റെ മനസ്സെപ്പോഴാ മാറുന്നതെന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ നേരാ. പക്ഷേ കഷ്ടകാലത്തിന്റെ ഒരു കുത്തൊഴുക്ക് തന്നെ വന്നിട്ട് കുട്ടിമണിയെ വിട്ടുകളയാതെ ചേർത്ത് പിടിച്ച ആളല്ലേ മനസ്സിജൻ ബായി. പിന്നെ ഇപ്പം ഒരു കാര്യം ഉറപ്പാ, ബായിയുടെ ഇന്നലത്തെ യാത്രയ്ക്ക് പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആലോചിച്ച് ചെത്തിക്കൂർപ്പിച്ചെടുത്ത ഒരു ലക്ഷ്യം. ഇത് തന്നെ ഞാനിപ്പോ അമ്മയോട് പറയായിരുന്നു. ഇനി മതികല മനസ്സിനെ എന്തെങ്കിലും ചെയ്തോന്നാ. എന്തിനും മടിക്കാത്തവളാ അവള്. മതികല മനസ്സിനെ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ അവൾക്ക് മാത്രമായിട്ട് എന്തിനാ ഒരു വൈരാഗ്യം മനസ്സിനോട്? ഇല്ല, ഒന്നുമില്ല. നീ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് സീതേ. ആരും അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ വയലോരം വീട്ടിലുണ്ട്. അതിന്റെ ബാക്കിയാ ഇതൊക്കെ. മനസ്സിജന് ശത്രുക്കൾ എന്ന് പറയാനായിട്ട് ഇപ്പോ വയലോരം വീട്ടിലുള്ളവരല്ലേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. എന്നാലും സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ അവിടുത്തെ ആണുങ്ങൾ കൊന്നുകളയോ? ഇല്ലല്ലോ. പിന്നെ ബാലനൊക്കെ എന്തു ചെയ്യുമെന്ന് ദൈവത്തിനെ പറയാൻ പറ്റൂ. അമ്മ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയാതെ. ബാലനെ പറ്റി പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷെ ഞാനുള്ളത് പറയും. വയലോരം വീട്ടില് മനസ്സിനോട് ഏറ്റവും കൂടുതൽ പകയുള്ളത് ബാലന് തന്നെയാ. നിങ്ങളെ ഇങ്ങനെ തർക്കിക്കണ കാണാനാണോ ഞാൻ വന്നത്? മനസ്സിജൻ ബായുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? അത് നല്ലതാ. പോലീസുകാരാവുമ്പോ എവിടുന്നെങ്കിലും തേടി പിടിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് നാളെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? കുഴപ്പമുണ്ടാവോന്ന് ചോദിച്ചാ അയ്യപ്പൻകുട്ടി സാറിനെ പോലുള്ള സാറുമാരാ. അവർക്ക് എങ്ങനെ വേണമെങ്കിലും കഥ ഉണ്ടാക്കാം. കഥയുണ്ടാക്കാനോ? മനസ്സിലായില്ല. അല്ല, ഞാനിപ്പോ ആ വീട്ടിലല്ല താമസിക്കുന്നത്. ഇനി ഞാൻ മനസ്സിജമ്പായിനെ അപായപ്പെടുത്തിന്ന് വരെ അവർക്ക് പറയാലോ. അങ്ങനെയൊക്കെ പറയുവോ? പറയാതെ പിന്നെ. ഏറ്റവും നല്ല കഥയെഴുത്തുകാരുള്ളത് പോലീസിലാ. എന്തുമാത്രം കഥകളാ കെട്ടിച്ചമച്ചിരിക്കുന്നു. എന്തായാലും പോലീസിൽ പരാതി കൊടുക്കാം. അങ്ങനെ എനിക്കും തോന്നുന്നത്. അതെ. അല്ലെങ്കിൽ പിന്നെ മനസ്സിജമ്പായെ കാണാതിരുന്നിട്ട് നമ്മളെന്താ അനങ്ങാതിരുന്നതെന്നാവും ഇനിയത്തെ ചോദ്യം. ചേട്ടത്തി, അമ്മാവൻ എന്നെ കണ്ടിട്ട് പിടിക്കുന്നില്ല. എന്തോ ഒരു സിങ്കിന്റെ കുറവുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇനി ഞാൻ നിന്ന സീന് കോൺട്രയാവും. ഞാൻ അങ്ങോട്ട് പോയേക്കാം. രാത്രി വന്നത് ഇന്നലെ എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണോ ഇന്ന് രാവിലെ തന്നെ വന്നത്? അമ്മാമേ, അതല്ല അമ്മാമേ, മനസ്സിന് തിരിച്ചു വന്നിട്ടില്ലെന്ന്. ആഹാ, അത് കൊള്ളാമല്ലടി കൊച്ചെ. മനസ്സിജൻ വന്നില്ലെന്നും പറഞ്ഞ് ഇങ്ങോട്ടാണോ ഓടി വരേണ്ടത്? ഇത് കണ്ടാ നാട്ടുകാർ കരുതുമല്ലോ നാട്ടുകാർ പറഞ്ഞു കിടക്കണതെല്ലാം നേരാണെന്ന്. അമ്മാമേ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വല്യണ്ണ, പോലീസിൽ ഒരു പരാതി കൊടുക്കുന്ന കാര്യം പറയാനാ പിച്ചള വന്നത്. പോലീസിനുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. ഇവിടെ എന്താ SI ഇരിപ്പുണ്ടോ പരാതി മേടിക്കാൻ? മനസ്സിജമ്പായിക്ക് ബന്ധുക്കളായിട്ട് നിങ്ങളല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചോദിക്കാൻ വന്നതാ. ഇന്നലെ രാത്രി ഓടി വന്നതും അതുകൊണ്ടാ. എടാ കൊച്ചനെ,
എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടല്ല ഈ പറയുന്നത്. മനസ്സിനോട് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമേ ഉള്ളൂ. പക്ഷെ പ്രശ്നങ്ങളിലും കുഴപ്പങ്ങളിലും ഇടപെടാതെ ഒതുങ്ങി പോകുക എന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പം. ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ തിരിച്ചടി മാത്രം കിട്ടിയിട്ടുള്ളവരാ ഇവിടെയുള്ളവർ. ആ, ഏതായാലും പോലീസിലൊരു പരാതി കൊടുക്കുക, അതാ നല്ലത്. ദേ, നകുലൻ ഇപ്പോൾ ഒതുങ്ങി നിൽക്കുക. അതിനിടയിൽ മനസ്സിജൻ എന്ന് പറഞ്ഞ് നീ വന്നാലേ അവന് പിന്നെയും ഭ്രാന്താകും. ആ, അതുകൊണ്ടുകൂടെ പറഞ്ഞതാ, നിനക്കൊന്നും തോന്നണ്ട. ഇല്ല, ബന്ധങ്ങളെന്ന് പറഞ്ഞ ബാധ്യതകളാണെന്ന് ജീവിതം കൊണ്ട് പഠിച്ചവനാ ഞാൻ. അതുകൊണ്ട് പ്രത്യേകിച്ച് തോന്നലുകളൊന്നുമില്ല. എന്നാ പിന്നെ ശരി. എന്നാച്ച്? പുതിയ ന്യൂസ് എന്തെങ്കിലും? ഒന്നുമില്ല, മനസ്സിജൻ ബായിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുറപ്പാ. ഞാനിപ്പോ സീതാടത്തിന്റെ വീട്ടിൽ പോയി വരുന്ന വഴിയാ. പോലീസിലൊരു പരാതി കൊടുക്കാനാ എല്ലാരും പറയണത്. പോലീസാ? അത് വേണമാ? നമുക്ക് കൊഞ്ചം കൂടെ വെയിറ്റ് ചെയ്തിട്ട് പോരെ? നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലായാലോ? എന്നെ കുഴപ്പം സൊല്ല്. അതല്ല, മനസ്സിജൻ ബായിക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പോലീസിൽ പരാതി കൊടുത്താലല്ലേ അവർക്ക് അന്വേഷിക്കാനും കണ്ടെത്താനൊക്കെ പറ്റൂ. ഓ, അത് ശരിത്താനെ. മനസ്സിജൻ അണ്ണനക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് എനിക്കും തോന്നുന്നു. എന്റെ തോന്നലുകള് എപ്പോഴും സത്യാവാറുണ്ട്. പളനി ആണ്ടവനോട് ഇന്നലെ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കായിരുന്നു, അണ്ണനക്ക് ഒന്നും സംഭവിക്കല്ലേന്ന്. ആ മതികല അപകട. ரொம்ப കറക്റ്റ്. ഇന്നലെ മതികളാക്കാക്ക് ഫോൺ വന്ന് പുറത്തു പോകുന്നത് ഞാൻ കണ്ടു. എപ്പോഴും എന്തൊക്കെയോ രഹസ്യം, എന്തോ രഹസ്യ ഫോണ് മാറി നിന്ന് കുസു കുസുന്ന് പേസുന്നു. മനസ്സിജൻ ബായി ചെന്ന് അപകടത്തിലേക്ക് കയറി കൊടുക്കുവോ? അത്രയ്ക്ക് മണ്ടനാണോ? ഓരോ സമയം പോലെ ഇരിക്കും ഓരോ കാര്യങ്ങള്. നമ്മുടെ സമയം നല്ലതാണെങ്കിൽ നമ്മ തൊടുന്നത് എല്ലാം പൊന്നാകും, ഇല്ലെങ്കിൽ പാവി നിൽക്കുന്ന ഇടം പാതാളം. പോലീസിൽ പരാതി കൊടുക്കട്ടെ, സീതയെടുത്തി അതാ പറഞ്ഞത്. കൊടുക്കാം. ഇനി കംപ്ലൈന്റ് കൊടുക്കാതിരുന്നൊന്നും വേണ്ട. നമുക്കൊന്നിച്ച് അങ്ങ് പോവാ സ്റ്റേഷനിലോട്ട്, അല്ലേ? ഓ, തിരുടനക്ക് പോലീസ് സ്റ്റേഷനിൽ വരെ ഭയമാ? ഭയവും കുന്തൊന്നുമല്ല, ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കൂടെ വരട്ടെ എന്ന് കരുതി. അപ്പോ പിച്ചളിക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല. ഞാൻ ഊരും പേരൊന്നും ഇല്ലാത്ത ഒരു നാടോടി കൂട്ടുകാരനല്ലേ, അതൊരു കള്ളൻ. അപ്പൊ പിന്നെ സത്യസന്ധരും നല്ലവരുമായ ആരെങ്കിലും കൂടെ വരട്ടെ എന്ന് കരുതി, അത്രേ ഉള്ളൂ. ഓ, സന്തോഷായി. ശരി, ഒരു ഓട്ടോ പിടിച്ചോണ്ട് വാ, പോകാം. CI അയ്യപ്പൻ കുട്ടിയാ, ഓർത്തോണം. അവൻ വന്ന് വെറും അയ്യപ്പൻ കുട്ടി, നാം വന്ന് പഴനി മുരുകനോட വാഹനം മയിൽ. ഏത് മലയ്ക്കും ഇതയും പറക്കും, യാരോட തലയ്ക്കും ഇതയും പറക്കും. അതുதான் മയിൽ. പഴനിയാണ്ടവാ, നീതാൻ തോണ. എത്ര? 50 രൂപ. സാർ, CI സാറുണ്ടോ? സാറ് പുറത്താ. എന്താ? അത് വന്ന് ഒരു പരാതി. ഓ, തമിഴ് പരാതിയോ? പരാതി മലയാള സാറേ, കുഴപ്പം ഇവിടെ തന്നെയാ. പറഞ്ഞപ്പോ കൊഞ്ചം തമിഴ് വന്നൂന്നുള്ളൂ. നിന്നെ ഞാൻ എവിടെയാ കണ്ടിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല സാറേ, അതാ ഇപ്പൊ ഇത്തിരി തിരക്കില. പിന്നെ വിശദമായി സംസാരിക്കും. ആ, സാറ് വരുന്നു. അയാളുടെ വീട്ടിൽ പോയിട്ട് കംപ്ലൈന്റ് എഴുതിയെടുക്കാം. ഓക്കെ സാർ. ഇവിടെ കാശ് തരുമെങ്കിൽ വണ്ടി വിടറോ. ആറ്റി കിടക്കുന്ന മണലല്ലേ വാരിക്കൊണ്ടു പോകുന്നത്, അല്ലാതെ തന്റെ മുറ്റത്ത് കിടക്കുന്നൊന്നും അല്ലല്ലോ. CI പറഞ്ഞത് SI അനുസരിച്ചാൽ മതി കേട്ടല്ലോ. എന്താ ഇനിയും മണൽ വരിക പാലം വിടുവന്നോ? വീണേ വീഴട്ടോ. അന്നേരം പുതിയ പാലം വരും. സിമന്റ് കടത്തുന്നതിൽ നിന്ന് നമുക്ക് കാശ് വാങ്ങിക്കാം. വെക്കടോ, വെക്ക് ഫോൺ. പിള്ളേരുടെ മുട്ടായി പറക്ക മത്സരം പോലെ 2 കൈ കൊണ്ട് ഓരോന്നവരെ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിനിടയില ഓരോ ആദർശം പറഞ്ഞുകൊണ്ട് ക്ലാപ്പം. എന്താ പെരിങ്കള്ളനും തമിഴ് മലികയും ഇവിടെ? സാർ, അത് വന്ന് വാ. സാർ, എന്നാ ചെല്ലോ മാളികപ്പുറത്തേക്ക് എന്നെ വിശേഷം? ഞങ്ങൾ അയ്യപ്പ സ്വാമിയെ തൊഴാൻ അല്ല, അയ്യപ്പൻ സാറിനെ കാണാൻ വന്ന. റാസ്കൽ, വന്ന് കാണാൻ ഞാൻ എന്താ കാഴ്ചമംഗലാവിലെ മൃഗു? സാർ, എന്നെ ഇത്
போலீஸ் ஸ்டேஷன்ல ஆளுகள் வருது ஹெல்ப் தேடிக்கிட்டு அவங்கள்ட்ட இப்படி ஷவுட் ചെയ്യുന്ന எதுக்கு? ചെല്ലത്തോട് ഞാൻ നിമ്മതിയായിട്ടേ സംസാരിക്കത്തുള്ളൂ. ചൊല്ലു ചെല്ലോ, എന്നാ മാറ്റർ, എന്നാ കംപ്ലൈന്റ്? சார் என் பேரு മയിലമ്മ. അയ്യോ, അതാണോ കംപ്ലൈന്റ്? ഈ പേര് മാറ്റുന്ന ഡിപ്പാർട്ട്മെന്റ് വേറെയാ. என்ன ജോക്കാ സാർ? ഞങ്ങളിപ്പോ കേരള പോലീസ് ഇങ്ങനെയാ, ചുമ്മാ ചിരിപ്പിക്കും, ചിരിക്കുകയും ചെയ്യും. സാറാ ഞങ്ങൾ ഒരു പരാതി തരാം, എന്നാ സാർ അതും കൂടി വായിച്ച് ചിരിക്കി. തമാശ പറയുന്നടാ. സാറല്ലേ തുടങ്ങി വെച്ചത്? എന്തോന്ന്? ഒന്നുമില്ല. എന്നാ പരാതി? ഇപ്പൊ കള്ളനും പരാതി തരാൻ തുടങ്ങി. മേടിക്കാനും. നീ വല്ലതും പറഞ്ഞോ? ഇല്ല. നീ പറഞ്ഞല്ലടാ. പറയടാ.